തുടരുന്ന വെടിനിർത്തൽ കരാർ ചർച്ചയിൽ പുരോഗതി. മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിൽ കെയ്റോയിൽ ചർച്ച തുടരുന്നതായി ഹമാസ് അറിയിച്ചു. CIA മേധാവി വില്യം ബേൺസും ഖത്തർ സംഘവും കെയ്റോയിലുണ്ട്. മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സംഘം ഉടൻ കെയ്റോയിലെത്തുമെന്നാണ് സൂചന. ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടു മതി കെയ്റോയിലേക്ക് സംഘത്തെ അയക്കാൻ എന്ന നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മുമ്പ് സംഭവിച്ചതുപോലെ അവസാന ഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ച അട്ടിമറിക്കാൻ നെതന്യാഹു ശ്രമിച്ചേക്കുമെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ മുന്നറിയിപ്പ് നൽകുന്നു. പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികളാവും തങ്ങൾ ചർച്ചയിൽ സ്വീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് നടക്കും. കെയ്റോ ചർച്ചയുടെ പുരോഗതി വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കാനാണ് യോഗം. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി 40 ദിവസത്തെ വെടിനിർത്തലും മാനുഷിക വിതരണം അനുവദിക്കലുമെന്ന നിർദ്ദേശത്തിന്മേലാണ് കെയ്റോ ചർച്ച. ആദ്യഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, തുടർന്ന് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന ധാരണയാണ് ചർച്ചയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ അമേരിക്ക നീക്കം ശക്തമാക്കിയിട്ടുമുണ്ട്. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ ജനകീയ പ്രക്ഷോഭം ശക്തിയാർജിച്ചതും നെതന്യാഹു സർക്കാരിന് തലവേദനയായി. ടെല്ലവീവ് ഉൾപ്പെടെ ഇസ്രായേലിലെ 70 കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി വൻ പ്രതിഷേധ പരിപാടികളാണ് നടന്നത്. അടിയന്തര വെടിനിർത്തൽ കരാർ, ഉടൻ തെരഞ്ഞെടുപ്പ് എന്നീ രണ്ടാവശ്യങ്ങൾ മുൻനിർത്തിയാണ് 10,000 തെരുവിലിറങ്ങിയത്. അതേസമയം റഫേ ആക്രമണ പദ്ധതിയിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പറയുന്നു. ഹമാസിനെ അമർച്ച ചെയ്യാൻ റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് നെതന്യാഹു. എന്നാൽ കരയാക്രമണത്തിന് പകരം ഹമാസിനെ തുരത്താൻ മറ്റു ചില വഴികൾ ഇസ്രായേലിന് മുമ്പാകെയുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കി. അമേരിക്കൻ ക്യാമ്പസുകളിൽ പടരുന്ന ഇസ്രായേൽ വിരുദ്ധ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം പലയിടങ്ങളിലും തുറന്ന സംഘർഷത്തിലേക്ക് നയിച്ചു. വിദ്യാർത്ഥികളും സുരക്ഷാ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അറസ്റ്റിലായവരുടെ എണ്ണം 2600 കവിഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. പുതിയതായി 32 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരണസംഖ്യ 34,654. അതേസമയം ഗാസയുടെ തെക്കൻ നഗരമായ റഫേൽ ആക്രമണത്തിന് പദ്ധതിയിടുന്ന ഇസ്രായേൽ സൈന്യം മേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ആക്രമണം ആരംഭിച്ചാൽ നാശനഷ്ടങ്ങളും മരണസംഖ്യയും ഒരുപാട് വർദ്ധിക്കും. ഇതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. അമേരിക്കയും ഈജിപ്ഷ്യൻ മധ്യസ്ഥ വഹിക്കുന്ന ചർച്ചയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് പ്രത്യക്ഷത്തിൽ സമ്മതം അറിയിച്ചിട്ടുമുണ്ട്. 6 ആഴ്ചത്തെ വെടിനിർത്തലും ഭാഗികമായുള്ള ബന്ദിമോചനം എന്നിവ ഉൾപ്പെട്ട 3 ഘട്ട പ്രക്രിയയായിട്ടാണ് കരാർ. ഒപ്പം ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റവും കരാറിലെ പ്രധാന നിർദ്ദേശമാണ്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് പ്രതിനിധി സംഘം ഇന്ന് കെയ്റോയിൽ എത്തുകയും ചെയ്യും. സൈനിക പിൻവാങ്ങലിന് ചർച്ച വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഹമാസ് അറിയിച്ചു. ഇന്ന് കെയ്റോയിൽ മടങ്ങിയെത്തുന്ന സംഘം വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ള തങ്ങളുടെ അന്തിമ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുമെന്ന് ഹമാസ് നേതൃത്വം വെളിപ്പെടുത്തി. തങ്ങൾക്ക് ലഭിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ പോസിറ്റീവ് സ്പിരിറ്റിൽ തന്നെയാണ് കാണുന്നതെന്നും ആക്രമണം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം നടപ്പാക്കാനുള്ള കരാർ വേണമെന്നുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഹമാസ് അറിയിച്ചു. എന്നാൽ മുമ്പ് സംഭവിച്ചതുപോലെ കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ശ്രമിച്ചേക്കുമെന്ന ആശങ്കയും ഹമാസ് പങ്കുവച്ചു. CIA തലവൻ വില്യം ബേൺസ് ഇന്നലെ വൈകിട്ടാണ് കെയ്റോയിൽ എത്തിയത്. ഹമാസിന്റെ അനുകൂല പ്രതികരണം ലഭിക്കും മുമ്പ് CIA മേധാവിയെ കെയ്റോയിലേക്ക് അയച്ച US നടപടിയിൽ നെതന്യാഹു എതിർപ്പറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിദ്യാർത്ഥി പ്രക്ഷോഭം സൃഷ്ടിച്ച സമ്മർദ്ദം കാരണം എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകണമെന്നാണ് ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.